الحمد لله رب العالمين نحمده ونستعينه ونقبل به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له من يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ചുറ്റും ധാരാളം പേർ ഒന്ന് ശ്വാസമെടുക്കാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ. പലരും അങ്ങനെ ശ്വാസം ലഭിക്കാതെ ഓക്സിജൻ ശരീരത്തിൽ കുറഞ്ഞുപോയി അത് കാരണം മരണപ്പെട്ടവർ പോലും നമുക്ക് ചുറ്റും ഉണ്ടായിട്ടില്ലേ? എന്നാൽ ഇവരൊക്കെയും ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിലും ആ നിമിഷത്തിലും ഈ പ്രപഞ്ചത്തിൽ, ഈ അന്തരീക്ഷത്തിൽ ധാരാളമായി ഓക്സിജൻ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ടും അവരെന്തുകൊണ്ടായിരിക്കും അങ്ങനെ മരിച്ചു പോയത്? നമുക്കിടയിൽ ധാരാളം പേർ ഹൃദയമിടിപ്പ് കൂടിപ്പോയതിൻ്റെ പേരിലോ കുറഞ്ഞു പോയതിൻ്റെ പേരിലോ ഒക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എന്നാൽ മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ ആപ്തവാക്യം പറഞ്ഞുകൊണ്ട് വലിയ അട്ടഹാസം മുഴക്കുന്നവർ നമുക്ക് ചുറ്റിലുമില്ലേ? എന്നാൽ ഇവർക്കാർക്കെങ്കിലും ഒരു നിമിഷത്തേക്കെങ്കിലും ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ? മനുഷ്യ ശരീരത്തിലെ ഒരു അവയവത്തിൻ്റെ കാര്യം ഇതാണെങ്കിൽ ഈ പ്രപഞ്ചം ഒന്നാകെ നാം പരിശോധിക്കുമ്പോൾ അത് എത്രമാത്രം സങ്കീർണമാണ്. ബില്യൺ കണക്കിന് ഗാലക്സികളുള്ള, ഓരോ ഗാലക്സിയിലും ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുള്ള ഒരു പ്രപഞ്ചം. ഏകദേശം 1 ബില്യൺ കിലോമീറ്റർ ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്ന പ്രകാശത്തിന് പോലും അവ തമ്മിൽ അവയിലെ ഒരു നക്ഷത്രത്തിൽ നിന്ന് മറ്റൊരു നക്ഷത്രത്തിലേക്ക് എത്താൻ മില്യൺ കണക്കിന് ഇയേഴ്സ് ആവശ്യമാണ് എന്നറിയുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം നാം തിരിച്ചറിയുന്നത്. ഇത് മുഴുക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഔന്നത്യം അതെത്രമാത്രമായിരിക്കും? സുബ്ഹാനല്ലാഹ്. അവൻ്റെ സൃഷ്ടിപ്പ് അതിത്രമാത്രമാണെങ്കിൽ ആ സൃഷ്ടാവ് എത്രമാത്രം ഉന്നതനായിരിക്കും? സുബ്ഹാനല്ലാഹ്. സൂറത്ത് യാസീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇതിനെക്കുറിച്ച് നമ്മെ ചിന്തിപ്പിച്ചുകൊണ്ടാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഇലൈഹി തുർജഊൻ. അപ്പോൾ എല്ലാ വസ്തുവിൻ്റെയും രാജാധിപത്യം യാതൊരുവിൻ്റെ കൈവശമാണോ അവൻ മഹാപരിശുദ്ധനത്രേ, അവങ്കലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു എന്ന്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ശക്തി കൊണ്ട് നമുക്കൊരിക്കലും പ്രായമേറുന്നതിനെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ലല്ലോ. നമ്മുടെ സമ്പത്ത് കൊണ്ട് നമുക്കൊരിക്കലും ഒരു പുതുപുലരിയെയും വിലക്ക് വാങ്ങാൻ സാധിക്കുകയില്ല. നമ്മുടെ വാക് സാമർഥ്യം കൊണ്ട് മലക്കുൽ മൗത്തിനെ പറഞ്ഞയക്കാനുമാകില്ല. എല്ലാം ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ, ഈ പ്രപഞ്ചനാഥൻ്റെ നിയന്ത്രണത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. അതെ, ഈ പ്രപഞ്ചം ബൈ ചാൻസ് എങ്ങനെയൊക്കെയോ അങ്ങ് നടന്നു പോവുകയല്ല. വ്യക്തവും പരിപൂർണവുമായ റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ ഒരു ഇല പൊഴിയുന്നത് പോലും. സുബ്ഹാനല്ലാഹ്. എന്നിട്ടുടനെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് വഇലൈഹി തുർജഊൻ, അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടും എന്ന പോയിന്റിലേക്കാണ്. നമ്മൾ അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നാം അതിനു വേണ്ടി തയ്യാറെടുത്താലുമില്ലെങ്കിലും, നാം അതിനെ ഓർത്താലുമില്ലെങ്കിലും നാം മടക്കപ്പെടുക തന്നെ ചെയ്യും എന്നർത്ഥം. അള്ളാഹുവിൻ്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചല്ലോ, ഖിയാമത്ത് നാളിൽ ആദമിൻ്റെ മകൻ്റെ കാൽപാദം 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങുകയില്ല. അവനോട് തൻ്റെ ആയുസ്സിനെക്കുറിച്ച്, തൻ്റെ യൗവനത്തെക്കുറിച്ച്,
തൻ്റെ സമ്പത്തിനെക്കുറിച്ച്, തൻ്റെ അറിവിനെക്കുറിച്ച് ഒക്കെയും ചോദിക്കപ്പെടാതെ എന്ന്. അതെ, ആ ദിവസത്തേക്ക് ഞാനും നിങ്ങളും തയ്യാറെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഒരു പെർമനൻ്റ് റെസിഡൻറ്റിനെ പോലെയാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാനും നിങ്ങളും മടങ്ങിപ്പോകേണ്ട അതിഥികൾ മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം. സഹോദരങ്ങളെ, ഈ പ്രപഞ്ചം ഒന്നാകെ റബ്ബിൻ്റെ കയ്യിലാണെങ്കിൽ നമ്മുടെ ഈ പ്രശ്നങ്ങളൊന്നും റബ്ബിന് ഒന്നുമല്ലല്ലോ. നമ്മോട് ചെയ്തു പോയ, നാം അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ചെയ്തു വെച്ച ഈ പാപങ്ങളൊന്നും അവൻ്റെ വിശാലമായ കാരുണ്യത്തിന് മുമ്പിൽ ഒന്നുമല്ലല്ലോ. അതെ, നാം മടങ്ങുന്നത് നമ്മുടെ നാശത്തിലേക്കല്ല, ഈ പരിപൂർണമായ പ്രതിഫലത്തിലേക്കും നീതിയിലേക്കുമാണ് എന്നാണ് ഇൻഷാ അല്ലാഹ്. ഈ പ്രപഞ്ചമൊന്നാകെ നിയന്ത്രിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന എൻ്റെ നാഥ, ഞങ്ങളുടെ മടക്കം നീ നിന്റെ കാരുണ്യത്തിലേക്കും സ്വർഗീയ ആരാമങ്ങളിലേക്കുമാക്കണമേ. റബ്ബന ലാ തുസിഅ ഖുലൂബന ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.